പൊതുവായി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നന്മയുടെ അഅ്മാലു സ്വാലിഹ, അതേപോലെ തക്രീം, മാന്യതയുടെ രൂപമായി കാണുന്ന അങ്ങനത്തെ വിഷയത്തിലൊക്കെ വളർത്തിയത്. അമലു സ്വാലിഹത്ത് മാത്രമല്ല, ഇപ്പം ചെരുപ്പിടുമ്പോൾ ഇടാൻ പറഞ്ഞല്ലോ, മുടി വാരുമ്പോൾ ഇടാൻ പറഞ്ഞു. അപ്പോൾ ഒരാളുടെ ഒരു മാന്യത അതിനെ കുറിക്കുന്ന വഴികളൊക്കെ, വസ്ത്രം ധരിക്കുക, മുടി ചെയ്യുക, ചെരുപ്പ് ധരിക്കുക, ഇതൊക്കെ ഒരാളുടെ ഒരു മാന്യതയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. അത്തരം കാര്യങ്ങളൊക്കെ വളർത്തിയതിനെ മുന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മഫ്ഹൂം മുഖാലഫ് എന്നറിയും. അതിന് നേരെ വിപരീത അർത്ഥമാണ് അല്ലാത്തതിൻ്റെ അടുത്തതിനെ മുന്തിക്കുക എന്നുള്ളത്. ഹദീസിന് അങ്ങനെ കിട്ടും. മഫ്ഹൂം മുവാഫഖ് ഉണ്ട്, മഫ്ഹൂം മുഖാലഫ് ഉണ്ട്. അത് ഒരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ വേറെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ചിലപ്പോൾ ആ പറഞ്ഞതിന് അപ്പുറത്തേക്ക് നമുക്ക് അതിന് ഒരുപാട് ഹുക്കം എടുക്കാൻ പറ്റും. അതിന് നേരെ വിപരീതവും അതിന് മനസ്സിലാവും. അപ്പം മാതാപിതാക്കളോട് ചേ എന്ന് പറയരുത് എന്നാ ഖുർആൻ പറഞ്ഞത്. ഫലാതഖുല്ലഹുമ ഉഫിൻ, ഉമ്മാനി ബാപ്പാനെ തല്ലാൻ പാടില്ല എന്ന് ഖുർആനിൽ ഇവിടെ ഇല്ല. അതിന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ചേ എന്ന് പറയുന്നത് പിന്നെ അതിനപ്പുറത്ത് പറഞ്ഞില്ലല്ലോ. അപ്പം അത്ര പോലും പറയാൻ പാടില്ലെങ്കിൽ അടിക്കലും ചീത്തറിലും ഏതായാലും പാടില്ല എന്നതിന് കിട്ടും. അതിന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് ആദ്യത്തെ ദിവസം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ദിവസം ഉണ്ടായിക്കൊള്ളുന്നില്ല, ഉണ്ടാവേണ്ട ആവശ്യമില്ല. അത് ഈ പദത്തിൻ്റെ ആശയത്തിൽ ചേ എന്ന് പറയൽ തെറ്റാണെങ്കിൽ ചീത്ത പറയൽ ഏതായിരുന്നാലും തെറ്റാണ്, തല്ലൽ ഏതായിരുന്നാലും തെറ്റാണ്. അത് ഈ പറഞ്ഞ വാക്കിന്ന് ഏതായിരുന്നാലും കിട്ടുന്ന ഒരർത്ഥമാണ്. അതേപോലെ നേരെ മഫ്ഹൂം മുഖാലഫ, ഒരു കാര്യം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നേരെ വിപരീതമാണെങ്കിൽ അത് വേണ്ടതില്ല എന്ന് കിട്ടും. ഇപ്പം ഹജ്ജ് ബാധ്യതയാണ് കഴിയുന്നവർക്ക്, മനിസ്തതാഅ ഇലൈഹി സബീല. അപ്പം മറുവശം എന്താണ്? മറുവശം കഴിയാത്തവർക്ക് നിർബന്ധമില്ല. കഴിയുന്നവർക്ക് ബാധ്യതയാകുന്നു എന്ന് പറഞ്ഞാൽ കഴിയാത്തവർക്ക് ബാധ്യതയില്ല എന്നതിന് കിട്ടി. അതിന് പ്രത്യേകം പറയണോ വെച്ചാൽ പ്രത്യേകം പറയണ്ട. അതാണ് മഫ്ഹൂം മുഖാലഫ എന്ന് പറയാം. ഒരു കാര്യം പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഹുക്മ്, ഒന്നിന് ഒരു ഹുക്മ് സ്ഥിരപ്പെട്ടാൽ അതിന് വിപരീതമായ ഹുക്മ് സ്ഥിരപ്പെടുക എന്ന് പറയാം. അതിന് നിബന്ധനകളുണ്ട്, എല്ലാ സ്ഥലത്തും ആയിക്കോളുന്നില്ല, നിബന്ധനകളൊക്കെ അതിലുണ്ട്. ഏതായിരുന്നാലും മാന്യമായ ഇടങ്ങളിലൊക്കെ വളർത്തിയതിനെ മുന്തിക്കുക എന്ന് പറയും. അതുകൊണ്ടാണ് അക്സ മസ്ജിദ് എന്ന് പറഞ്ഞത്. മസ്ജിദിൻ്റെ വിപരീതമായിക്കൊണ്ട് വനഇദിൻ, ചെരുപ്പിൻ്റെയും പള്ളിയുടെയും ചെരുപ്പിൻ്റെയും വിപരീതമായിക്കൊണ്ട് ഇവിടെ ഇടത്തേതിനെയാണ് മുന്തിക്കേണ്ടത്. അപ്പോൾ പള്ളിയിലും ചെരുപ്പിലും വലത്തേതിനെയാണ് മുന്തിക്കേണ്ടത്. എന്നാൽ ഇത് രണ്ടിലും നേരെ വിപരീതമായിക്കൊണ്ട് ഇടത്തേതിനെയാണ് മുന്തിക്കേണ്ടത് എന്ന് പ്രത്യേകം ഇവിടെ പരാമർശിക്കുന്നു. ഇനി മറ്റൊന്ന്, വഇത്തിമാദുഹു അലാ റിജ്ലിഹിൽ യുസ്റാ വബുഅദുഹു ഫീ ഫളാഇൻ. വഇത്തിമാദുഹു, അവൻ അവലംബിക്കലും സുന്നത്താണ്. അലാ റിജ്ലിഹിൽ യുസ്റാ, ഇടതുകാലിന്മേൽ അവലംബിക്കലും സുന്നത്താകുന്നു എന്നാണ് മുസന്നിഫ് പറഞ്ഞ മറ്റൊരു മസ്അല. മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ഇടത്തെ കാലിന്മേലേക്ക് ചാരി ഇരിക്കുക. അവിടെ നിന്ന് നേരത്തെ പറഞ്ഞ അതേ ചർച്ചകൾ അതിലുമുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ സ്വഹാബത്തിന് കൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസ് ഇമാം ബൈഹഖിയും തുബ്രാനിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഇബ്നു ഹജർ അസ്ഖലാനി, നവവി ഇമാം അടക്കമുള്ള പണ്ഡിതന്മാരൊക്കെ അത് ദുർബലമാകുന്നു എന്നാണ് വിധി എഴുതിയിട്ടുള്ളത്. ഹദീസിൽ വന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരോട് കൽപ്പിച്ചു വയൻസിബു അൽ യുംന. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ സ്വഹാബഹു അൻ യഅ്തമിദു ഹദ റിജ്ലിൽ യുസ്റാ വയൻസിബു അൽ യുംന, ഇടത് കാലിന്മേൽ അവലംബിക്കുവാനും വലത്തേ കാല് നാട്ടിവെക്കുവാനും നബി തങ്ങൾ കൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ഇമാം ബൈഹഖി, ഇമാം തുബ്രാനി എന്നിവർ ആ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നു. എന്നാൽ ഇത് വല്ലാതെ വരൂല. ഈ അതിൻ്റെ അത് പൾസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കിതാബ് എഴുതിയതേ ഉള്ളൂ, അതിനുണ്ടാവുള്ളൂ, ഇതല്ല. പിന്നെ അപ്പോൾ അവിടെ ഈ ഹദീസിനെ കുറിച്ച് ഇമാം അസ്ഖലാനിയും ഇമാം നവവിയും അടക്കമുള്ളവർ ഇത് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുർബലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രത്യേകം സുന്നത്താന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അടുത്തേ കാലം ചാരിയിരിക്കുക സുന്നത്താന്ന് പറയാൻ പറ്റില്ല. ഒരാൾക്ക് സൗകര്യം അതാണെങ്കിൽ അങ്ങനെ ചാരിയിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പിന്നെ പല ചർച്ചകളും ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എടുത്തേക്കമ്മ ചാരിയിരിക്കൽ സുന്നത്താന്ന് പറഞ്ഞു, ദുർബലമാണ്, ശരി, പക്ഷെ അതിന് വല്ല തത്വമുണ്ടോ എന്ന് ചർച്ച ചെയ്തപ്പോൾ ചിലരൊക്കെ അവിടെ പിന്നെ ഒന്ന് അത് മലമൂത്രമൊക്കെ
പോകാൻ കുറച്ചുകൂടി സൗകര്യം ഇടത്തെ കാലിന്മേൽ ചാരിയിരിക്കലാണ് എന്ന് അതിന് കാരണമായൊക്കെ പറഞ്ഞവരുണ്ട്. വൈദ്യശാസ്ത്രത്തിലൊക്കെ അതങ്ങനെ സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് വരെ പിന്നീട് പിൽക്കാലത്തോടൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. അതേപോലെ വലത്തേതിനെ ആദരിക്കുക എന്ന നിലക്കും ഇടത്തേക്ക് ചാരുക, വലത്തേതിനെ ഫ്രീ ആക്കി കൊടുക്കുക എന്ന തത്വം അതിലുണ്ട്. അപ്പം ഇടത്തേ കാലുമേൽ ചാരിയിരിക്കുക എന്നത് ശറഈയായ സുന്നത്താണെന്ന് പറയാൻ സ്വഹിയായ തെളിവുകളുടെ പിൻബലം ഇല്ല. ആ ഹദീസ് ദഈഫാണ് എന്ന് പഴയ കാലത്ത് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു. ഇമാം അസ്ഖാനി അടക്കമുള്ളവർ അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തി വെച്ചു. അപ്പം ഇനി അതുകൊണ്ട് ഒരാൾക്ക് ആശ്വാസമുണ്ടെങ്കിൽ അയാൾക്ക് ചെയ്യാം, ചെയ്യാതിരിക്കാം എന്നല്ലാതെ പ്രത്യേകിച്ച് അതൊരു ദീനിൻ്റെ ഭാഗമായി പറയേണ്ടതില്ല, ഹദീസ് സ്ഥിരപ്പെട്ടതല്ല എന്ന് വരുമ്പോഴും. എളുപ്പം അർത്ഥമുണ്ട്, മറ്റുമുണ്ട്. ഇപ്പം ഐസർ യുസ്ര എന്ന എളുപ്പം എന്ന അർത്ഥത്തിലും യമീൻ ഷിമാലുണ്ട്, യമീൻ യസാറുണ്ട്. യമീൻ ഓപ്പോസിറ്റ് ഷിമാലും ഉപയോഗിക്കും, അതേപോലെ യസാറും ഉപയോഗിക്കലുണ്ട്, രണ്ടും ഉപയോഗിക്കലുണ്ട്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി ഇവിടെ പറഞ്ഞത് ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ട സുന്നത്തില്ല എന്ന് വന്നതോടുകൂടി ഇനി അയാൾക്ക് രണ്ട് കാലും അവലംബിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അയാൾ സാധാരണ പ്രകൃതമാണ് അയാൾക്ക് ചെയ്യാവുന്നത്. എന്നാൽ ഇടത്തേ കാൽ ചാടിയ പ്രത്യേകിച്ച് ആശ്വാസമുണ്ട്, അതുകൊണ്ട് ശരീരത്തിന് മെച്ചമുണ്ട് എന്നാണെങ്കിൽ അത് വൈദ്യശാസ്ത്രത്തിലേക്ക് മടങ്ങാം. വൈദ്യശാസ്ത്രം കൊണ്ട് അങ്ങനെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിലയ്ക്ക് ചെയ്യാം എന്നല്ലാതെ ദീനിൻ്റെ ഭാഗമായ സുന്നത്തായി പറയാൻ നമുക്കതിൽ ന്യായമില്ല എന്ന് അദ്ദേഹം അതിൽ എടുത്തു പറയുന്നു. വല്ലാഹു അഅലം. ഏതായിരുന്നാലും ആ ദുർബലമായ ഹദീസ് അടിസ്ഥാനമാക്കിയാണ് ഇവിടെ അങ്ങനെ ഹുക്മ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വല്ലാഹു അഅലം. നമ്മൾ മറ്റു വിഷയത്തേക്ക് പോവുകയാണ്. ഒഴിഞ്ഞ സ്ഥലത്താണെങ്കിൽ അവിടെ പാലിക്കേണ്ട മര്യാദകൾ, ആരുമില്ലാത്ത ബാത്റൂം അല്ലാത്ത ഒഴിഞ്ഞ ഒരു പറമ്പിലോ മറ്റോ പോയിട്ടാണ് മലമൂത്ര വിസർജനം നിർവഹിക്കുന്നതെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനിയുള്ള എന്നൊക്കെ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ക്ലാസ് എടുക്കാൻ. ബറക്കല്ലാഹു ഫീക്കും. ജസാക്കല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.